നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയതോടെ CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട ED കേസിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്ത നിലപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ കോടിയേരിയുടെ ഭാര്യ വിനോദിനി പങ്കുവച്ച വാട്സപ്പ് സ്റ്റാറ്റസും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷം കർമ്മ കൃത്യമായി കണക്ക് തീർക്കും, കർമ്മ വൈകിയെത്തും, പക്ഷേ ഒരിക്കലും വഴിതെറ്റില്ല. ഇങ്ങനെയായിരുന്നു വാക്കുകൾ. ഈ വാക്കുകൾ ശരിക്കും പിണറായിക്കുള്ള മറുപടിയാണെന്ന് ആർക്ക് മനസ്സിലാകും. കാലങ്ങളായിട്ടുള്ള പക മനസ്സിൽ വെച്ചുള്ള വിനോദിനിയുടെ പകയെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. സംഭവം 2020-ലാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ബിനീഷിന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടന്നപ്പോൾ അത് ബിനീഷിന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും പാർട്ടി എന്ന നിലയിൽ ഇടപെടാനില്ലെന്നുമായിരുന്നു കോടിയേരിയുടെ നിലപാട്. ബിനീഷ് ഒരു പൊതുപ്രവർത്തകനല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉയർന്ന ശിക്ഷയും കൊടുക്കട്ടെ എന്നായിരുന്നു അന്ന് കോടിയേരി പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് അറിയാതെ അത് സംബന്ധിച്ചൊന്നും പറയാനാകില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കും എന്നായിരുന്നു. എന്നാൽ അന്വേഷണം സ്വന്തം മകളിലേക്കും വീട്ടിലേക്കും എത്തിയതോടെ CPMന്റെയും പിണറായിയുടെയും നിലപാട് പൂർണ്ണമായി മാറി മറിഞ്ഞു. റെയ്ഡ് തുടങ്ങി ഒരു മണിക്കൂർ തികയും മുൻപേ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുകയും അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് വരിച്ചു. വീണയുടേത് നിയമപരമായ ബിസിനസ് ഇടപാടാണെന്നും പിണറായിക്ക് ഇതിൽ പങ്കില്ലെന്നും പാർട്ടി പ്രഖ്യാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ അന്വേഷണത്തെ പാർട്ടിയെ തകർക്കാനായി പിണറായിക്കെതിരെ ബോധപൂർവ്വം കെട്ടിച്ചമച്ച കടന്നാക്രമണത്തിന്റെ അവസാന ആയുധമായിട്ടാണ് വിശേഷിപ്പിച്ചത്. അന്ന് മകനെ തള്ളിപ്പറഞ്ഞ കോടിയേരി ഇടക്കാലത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് മകൾക്കായി പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ രംഗത്തിറങ്ങുന്നതിലെ ഇരട്ടത്താപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഇതാണ് വിനോദിനിയുടെ സ്റ്റാറ്റസിലും വ്യക്തമാകുന്നതെന്നാണ് വിലയിരുത്തൽ. ഈ വിവാദങ്ങൾക്കിടയിൽ മറ്റൊരു കൗതുകരമായ വസ്തുത, പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ വീണയ്ക്കെതിരെ ED റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് പ്രതിഷേധിച്ച CPM പ്രവർത്തകരുടെ മുൻനിരയിൽ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു എന്നതാണ്. അന്ന് തൻ്റെ അച്ഛനും പിണറായി വിജയനും സ്വീകരിച്ച നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ബിനീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിണറായിയുടെ കുടുംബം പാർട്ടി കുടുംബം എന്ന നിലയിൽ എൻ്റെ കൂടി കുടുംബമാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ചിന്തിച്ചു എന്ന് ഞാൻ നോക്കേണ്ട അവസരമല്ല ഇത്. സഖാവ് കോടിയേരി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കുമായിരുന്ന നിലപാട് എന്താണോ അതാണ് ഞാൻ എടുക്കുന്നത് എന്നായിരുന്നു ബിനീഷ് വ്യക്തമാക്കിയത്. മുൻപ് പാർട്ടി സെക്രട്ടറിയുടെ മകന് ഒരു നീതിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്ക് മറ്റൊരു നീതിയും നൽകുന്ന പാർട്ടിയുടെ വിവേചനപരമായ നിലപാടും തങ്ങൾ കൈയൊഴിഞ്ഞ നേതാവിനെ സംരക്ഷിക്കാൻ ബിനീഷ് കോടിയേരി കാണിച്ച രാഷ്ട്രീയ കൂറും ഒരേ സമയം ഉയർത്തിക്കാട്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റു തലത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം പുതുക്കി നൽകുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ബ്രാഞ്ചിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇടപെടലിലായിരുന്നു തീരുമാനം. തന്റെ മകൾ ED അന്വേഷണത്തിന്റെ സംശയനിഴലിൽ നിൽക്കുന്ന ഈ സവിശേഷ സാഹചര്യത്തിൽ തന്നെയാണ് ED കേസിന്റെ പേരിൽ അംഗത്വം നഷ്ടപ്പെട്ട കോടിയേരിയുടെ മകന് പിണറായി വിജയൻ അംഗത്വം നൽകാൻ മുൻകൈ എടുക്കുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു കാവ്യനീതിയായും വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ തന്റെ മകനെതിരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങിയപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം സ്വയം മാറി നിൽക്കുകയും മകനെ തള്ളുകയും ചെയ്തു. ഇന്ന് സ്വന്തം കുടുംബത്തിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ നിഴൽ വീഴുമ്പോൾ അന്ന് കോടിയേരിയോട് കാട്ടിയ പല നിലപാടുകൾക്കുമുള്ള തിരുത്തലായും പ്രായശ്ചിത്തമായും പിണറായിയുടെ ഈ ഇടപെടലിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു.